വളരെ സുന്ദരമായിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ഒരു ഫീൽ ഗുഡ് സിനിമ. ഒരുപാട് സിനിമകളൊക്കെ ഇങ്ങനെ ആക്ഷനും ഹൊററും ത്രില്ലറും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള സിനിമകളൊക്കെ മനസ്സിലൊരു കുളിർമഴയാണ്. ഗിഫ്റ്റഡ് 2017 ഇറങ്ങിയ ക്രിസ് ഇവാൻസ് നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക അഭിനയിച്ച ഒരു സിനിമ. ഒരുപാട് റീൽസുകളിലൊക്കെ കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു സിനിമ കാണുന്നത്. ഒരുപാട് സീനുകളൊക്കെ എന്താ പറയുക, ആ ഒരു കുട്ടിയും ആ ഒരു എന്താ പറയുക ആ ഒരു ക്രിസ് ഇവാൻസുമായിട്ടുള്ള ഒരുപാട് സീനുകളൊക്കെ കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു സിനിമ എടുത്ത് കണ്ടത്. ഫീൽ ഗുഡാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അതിനൊരു സമയവും സന്ദർഭമൊക്കെ വേണമല്ലോ. നമുക്ക് ഇഷ്ടപ്പെടാൻ ചില സിനിമകൾ, ഇത്തരത്തിലുള്ള സിനിമകളൊക്കെ അങ്ങനെ എടുത്തങ്ങ് കാണാൻ പറ്റില്ല. നമ്മുടെ മൂഡും നമ്മുടെ ആ ഒരു എന്താ പറയുക ഒരു സിറ്റുവേഷനൊക്കെ കറക്റ്റായിട്ട് വന്നാൽ മാത്രമേ ഉള്ളൂ ഇത്തരം ഫീൽ ഗുഡ് സിനിമകൾ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഞാനെങ്ങനെയാണ്, നിങ്ങളെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഗിഫ്റ്റഡ് എന്നൊരു സിനിമ നമ്മൾ മാമൻ്റെ മോളുടെയും കഥയാണ്. ക്രിസ് ഇവാൻസ് അവതരിപ്പിക്കുന്ന ക്യാരക്ടർ ഫ്രാങ്ക് ആഡ്ലർ എന്നൊരു വ്യക്തി. ഇദ്ദേഹം ഒരു മറീനായിരുന്നു. ഇദ്ദേഹം പിന്നീട് ഒരു ബോട്ടുകളൊക്കെ നന്നാക്കുന്ന ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ സിസ്റ്ററിൻ്റെ മകളാണ് ഈ ഒരു സിനിമയിലെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് മേരി ആഡ്ലർ. ഈ കൊച്ച് ഭയങ്കര മാത്തമാറ്റിക്സിൻ്റെ കാര്യത്തിൽ, കൊച്ചിൻ്റെ അമ്മ അതായത് ഫ്രാങ്കിൻ്റെ സിസ്റ്റർ എന്ന് പറയുന്നത് മാത്തമാറ്റിക്സിൽ ഭയങ്കര അഗ്രഗണ്യായിരുന്നു. ഭയങ്കര റിസർച്ചൊക്കെ നടത്തി ഒരുപാട് തിയറി ഒക്കെ കണ്ടുപിടിച്ച് അതൊക്കെ സോൾവ് ചെയ്തിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. ഭയങ്കര വലിയ റിച്ച് കുടുംബത്തിലൊക്കെ ആയിരുന്നു ഇവർ. അങ്ങനെ മേരി ആഡ്ലർ കൊച്ചുണ്ടായി കഴിഞ്ഞതിന് ശേഷം, അവർ 7 വയസ്സുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടി ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം കുറച്ച് കാലം കഴിഞ്ഞതിന് ശേഷമാണ് ഇവൾ മരിച്ചു പോകുന്നത്, സിസ്റ്റർ മരിച്ചു പോകുന്നത്. അപ്പോൾ മരണക്കിടക്കയിൽ നിന്നും ഈ കൊച്ചിനെ ഫ്രാങ്കിനെ ഏൽപ്പിച്ചിട്ടാണ് ഇവൾ മരിക്കുന്നത്. അങ്ങനെ മേരി ആഡ്ലറിൻ്റെ ഒരു ഗാർഡിയനായിട്ട് നമ്മുടെ ഫ്രാങ്ക് മാറുകയാണ്, ക്രിസ് ഇവാൻസിൻ്റെ ക്യാരക്ടർ. അങ്ങനെ മേരി ആഡ്ലർ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അമ്മയുടെ ഒരു ജനറ്റിക്കലി ഉള്ളൊരു ബുദ്ധിയും കാര്യങ്ങളൊക്കെ അവൾക്ക് ഉണ്ട്. അപ്പം മാത്തമാറ്റിക്സിൽ ഈ കുട്ടി ഭയങ്കര ജീനിയസാണ്. അങ്ങനെ അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സാധാരണ നോർമൽ സ്കൂളിലൊന്നും ആ കുട്ടിക്ക് പോയി പഠിച്ചിട്ട് 1 1 2 2 2 4 ഇതൊന്നും കൂട്ടി ഗുണിച്ച് പഠിക്കുന്നതൊന്നും കുട്ടിക്ക് ഇഷ്ടമല്ല. കുട്ടിക്ക് വലിയ വലിയ കാര്യങ്ങളൊക്കെ, അതായത് ഭയങ്കര ക്ലാസ്സൊക്കെ ഭയങ്കര ബോറ്, എനിക്ക് വലിയ വലിയ പ്രോബ്ലംസ് ഒക്കെ വേണമെന്നുള്ള ലെവലിലാണ് അവൾ സംസാരിക്കുന്നത്. അങ്ങനെ ഈ സമയത്ത് മേരി ആഡ്ലറിൻ്റെ അമ്മൂമ്മ, അതായത് ക്രിസ് ഇവാൻസിൽ അവതരിപ്പിക്കുന്ന ഫ്രാങ്ക് ആഡ്ലറിൻ്റെ അമ്മ ആയിട്ടുള്ളൊരു ക്യാരക്ടർ, അതായത് ഈ കുട്ടിയുടെ അമ്മൂമ്മ, ഇവൾ തൻ്റെ കുട്ടിയുടെ ഗാർഡിയൻ, അത് താനായിട്ട് ഞാനാവണം, അതായത് കുട്ടി എനിക്ക് വേണം എന്നുള്ള ലെവലിൽ കോടതിയിൽ കേസ് കൊടുക്കുകയും അതിനെതിരെ ഫ്രാങ്ക് ആഡ്ലർ, അതായത് സിസ്റ്റർ പറഞ്ഞത് എന്നോട് നോക്കാനാണ്, ഞാനും ഇവളുമായിട്ട് ഭയങ്കര ഇമോഷണലിയും മെൻ്റലിയും ഒക്കെ കണക്റ്റഡ് ആണ്, അപ്പോൾ എനിക്ക് ഒരു ലൈഫില്ല, അയാൾക്ക് പിന്നീട് ഒരു കല്യാണം കഴിക്കുക അങ്ങനെ ജീവിക്കുക എന്നുള്ളൊരു ലൈഫില്ല, ഈ ഒരു കുട്ടിയെ ചുറ്റി പറ്റിയിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ ലൈഫും പോകുന്നത്. പക്ഷേ ഈ ഇദ്ദേഹത്തിൻ്റെ ഒരു ലവ് അഫെയർ ഒക്കെ പിന്നീട് ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ ഈ അമ്മൂമ്മ കോടതിയിൽ കേസ് കൊടുക്കുന്നു. ആ കേസിനെതിരെ ഫ്രാങ്ക് ആഡ്ലറിന് തൻ്റെ കൂടെ വരാനാണ് കുട്ടിക്ക് ഇഷ്ടം എന്നുള്ള ലെവലിൽ അദ്ദേഹവും അതിനെതിരെ വാദിക്കുന്നു. ആ കുട്ടിക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും തൻ്റെ എന്താ പറയുക ഫ്രാങ്ക് ആഡ്ലറിൻ്റെ കൂടെ പോയാൽ മതി, അങ്കിളുടെ കൂടെ ജീവിച്ചാൽ മതി എന്നുള്ള ലെവലിലാണ് കുട്ടി നിൽക്കുന്നത്. ഇവർ തമ്മിലുള്ള ഒരു ഇമോഷണൽ ഡ്രാമ കഥയാണ് ഈ ഒരു സിനിമ, ഗിഫ്റ്റഡ് എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ. ഇതിൽ ഗിഫ്റ്റഡ് എന്ന് ഉദ്ദേശിക്കുന്ന ആ കുട്ടിയുടെ ടാലൻ്റാണ്. എന്തിനാണ് ഈ അമ്മൂമ്മ ഈ കുട്ടിയെ എന്താ പറയുക തിരിച്ചു വേണമെന്ന് പറയുന്നതും, അതായത് തൻ്റെ മകള് പകുതിയാക്കി വെച്ച് പോയ കുറേ തിയറി സംഭവങ്ങളൊക്കെ ഉണ്ട്, അത് ഈ കുട്ടിയെ കൊണ്ട് സോൾവ് ചെയ്യിക്കാൻ പറ്റുന്നൊക്കെ ഈ അമ്മൂമ്മ വിശ്വസിക്കുന്നുണ്ട്. അല്ലാതെ ഈ കുട്ടിയെ ഭയങ്കരമായിട്ട് എന്താ പറയുക അമ്മൂമ്മ മരുമകൾ ബന്ധത്തിലൊന്നും ആക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. ഫ്രാങ്കിൻ്റെ കഥയിലേക്ക് വരുന്ന സമയത്ത് ആ കുട്ടി ഇല്ലാതായി പോകുന്ന സമയത്ത്, ആ കുട്ടി തന്നെ വിട്ടു പോകുന്ന സമയത്തുണ്ടാകുന്ന അയാൾക്കുണ്ടാകുന്ന ആ ഒരു ഒറ്റപ്പെടൽ, അതൊക്കെ ഈ ഒരു സിനിമയിൽ ഒരു ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ തീർച്ചയായിട്ടും എക്സ്പീരിയൻസ് ചെയ്യുക. ഇത്തരത്തിലുള്ള സിനിമകൾ, ഇത്തരത്തിലുള്ളൊരു മൂഡ് നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രം എടുത്ത് കാണുക. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. ഒരുപാട് സന്ദർഭങ്ങളുണ്ട് ഈ സിനിമയിൽ, ഒരുപാട് ക്യൂട്ട് സംഭവങ്ങളുണ്ട്. ആ കുട്ടി ഇപ്പോൾ കാണുന്ന സമയത്ത് ഭയങ്കര എന്താ പറയുക, എന്തൊരു മക്കന്ന അങ്ങനെ എന്തോ ആണ് ആ കുട്ടിയുടെ ഒറിജിനൽ നെയിം. കുട്ടി ഇപ്പോൾ വലിയ കുട്ടിയാണ്, ഗായികയും വലിയൊരു ആക്ട്രസും ഒക്കെയാണ്. ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് നമ്മുടെ അമേസിംഗ് സ്പൈഡർമാനൊക്കെ സംവിധാനം ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു അടിപൊളി സിനിമയായിട്ട് വരാം. See you.